ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പാക്കേജ് കൊണ്ടുവന്നതിന് നമ്മൾ മണാലിക്ക് ഒരു 85ഓളം ഗസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ മൊത്തത്തിൽ. അപ്പോൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ കഫയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് സുബൈക്ക് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതാണ്. അപ്പോൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്നും മടങ്ങുന്ന പോലെയല്ല, നാട്ടിലേക്ക് കുറച്ചധികം സാധനങ്ങളുമായിട്ടാണ് നമ്മൾ മടങ്ങുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു വ്ളോഗ് വരാണ്ട്. നാട്ടിലെത്തിയിട്ട് ഈ സാധനങ്ങൾ ഫുള്ള് നമ്മൾ അൺബോക്സ് ചെയ്യണം. അതൊന്നും അല്ല കേട്ടോ, ഇനിയും കണ്ടമാന സാധനങ്ങൾ നിന്റെ കയ്യിൽ ഒതുങ്ങുന്നത് അടുത്തൊന്നുള്ളൂ. എവിടുക്കാത്ത അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. നമ്മൾ മണാലി പോയി, കസോൾ പോയി, അതുപോലെ ഗ്രഹൺ വില്ലേജ് ഉണ്ട്. ഒരു 6 മണിക്കൂർ നടന്ന് കയറേണ്ട ട്രക്കിങ് കഴിഞ്ഞു നമ്മൾ വിചാരിച്ചു. കാരണം കൂടുതലും ഫാമിലി ഉണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ചാൽ നൈസായിട്ട് ക്യാൻസൽ ആവുന്നു. എല്ലാവരും വണ്ടിക്ക് പോകാൻ, കാരണം നമുക്ക് വണ്ടിക്ക് പോവാണെങ്കിൽ 5 മണിക്കൂറുള്ള ദൂരം കവർ ചെയ്യാൻ പറ്റും. പിന്നെ 1 മണിക്കൂർ നടന്നാൽ മതി. എന്നാലും ആ 1 മണിക്കൂർ എല്ലാവർക്കും നടക്കാൻ കഴിയില്ലെന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ എല്ലാവരും റെഡിയായി, എല്ലാവരും നടന്ന് ഗ്രഹണൊക്കെ കയറി അങ്ങനെ നമ്മൾ തിരിച്ച് ഡൽഹി എത്തിയതാണ്. അപ്പോൾ ഡൽഹിയിൽ നമ്മൾ കുറച്ച് അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലേക്ക് അൺബോക്സ് ചെയ്യും. ഇവിടെ വേറൊരു ചുമട്ട തൊഴിലാളി കൊള്ളാത്ത ബാക്കി സാധനങ്ങൾ ഓനെയാണ് ഏൽപ്പിച്ചിരിക്കണത്. ഇന്റെ മങ്കി ക്യാപ്പ് ആൾക്കാർക്ക് തോന്നുന്നു തലയിൽ വെച്ചിരിക്കണത്, വെയിറ്റ് താങ്ങി. അപ്പോ ചെക്കന്മാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓലെ തപ്പി കൊണ്ട് നിൽക്കാണ്. ഓല് നേരത്തെ സരോജിനിയിൽ വന്നാണ്. ഓല എവിടെയാണ് പോയോ? മെച്ചി എന്താ വേണ്ടി വെച്ചപ്പോ തന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഒന്നും വേണ്ടാറിഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും സാധനം കഴിക്കണം. ഇവന് കടന്നുറങ്ങുമ്പോൾ ഇടാൻ ടീഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നോക്കുക കേട്ടോ. പക്ഷെ നേരില്ലാത്ത എടുത്തൊരു സാധനം ഇത് കണ്ടോ, ഈ കണ്ട സാധനത്തിന് മുഴുവൻ കൂട്ടി. അപ്പൊ നമുക്ക് നമ്മളെ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ് ആയോ മക്കളെ? 8 മിനിറ്റ് ബ്ലോക്കിലാണ്. എത്ര മണിക്കൂറോ? 7 മണിക്ക് ചിലപ്പോ എത്ര സമയം? 10:35. 12 മിനിറ്റ് കൂടിപ്പോയി. ചെക്കന്മാരെന്തൊക്കെയാ വാങ്ങിക്കണം? സൗദ് എന്തൊക്കെ വാങ്ങി? ഈ ബാഗിലുണ്ട്. എന്തൊക്കെ വാങ്ങി പറയും? ഡ്രസ്. ആർക്കൊക്കെ എന്തൊക്കെ വാങ്ങി? താക്ക്, കുട്ടിക്ക്, ഏട്ടന്റെ കുട്ടിക്ക്, പിന്നെ എന്റെ കുട്ടിക്ക്, ചെറിയ കുട്ടി, ചെറിയ കുട്ടി, എനിക്ക് കുട്ടിയാക്ക്, പിന്നെ എനിക്ക് കുറച്ച്, ഏട്ടന് കുറച്ച്, 5-6 ഷർട്ട് പാന്റ്, പിന്നെ ഒരു താത്തൊക്കെ ഒരു കമ്മല്. ഈ ഫ്രെയിമൊക്കെ വെളിച്ചം വന്നിട്ട് അവിടെ കാടക്ക് തലയിൽ വിളിച്ചത് താത്താരെ കുട്ടിക്കട്ടാ. പിന്നെ ഈ ബാഗ് വാങ്ങി റിഗ്രറ്റ് അടിച്ച് നിക്കണ്ടാ ഷാന്. ബാഗ് വാങ്ങിട്ട് ഇപ്പഴത്തെ സിബ്ബർ പൊട്ടിക്കോ. ബാഗ് വെച്ച് എത്ര വെച്ചപ്പോ ഞാൻ കുറച്ച് 350 ഞാൻ പോയി തിരിച്ചു വന്നപ്പോ കട അടിച്ചു. അമ്മയോട് പറഞ്ഞു അതിന്റെ ശേഷം ഫുൾ റിഗ്രറ്റ് 500 വാങ്ങിയിട്ട്. ഇപ്പൊ ഞാൻ 300 വാങ്ങാനും പറ്റില്ല, സങ്കടായി. അപ്പൊ ഇതിന് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്. ഇയാൾ എന്താ വാങ്ങി? ഞാൻ പെരക്കാർക്ക് മാത്രം വാങ്ങിയിട്ടുള്ളൂ. പെരക്കാർക്ക് മാത്രം ഇന്നലെ വാങ്ങിയ ക്ലാസ് കേട്ടോ. ഗസ് ദ പ്രൈസ് ഗൈസ്. ഇത് 2 ഇന്നലെ വാങ്ങിയാണ്. ലെൻസ് കാർട്ടിന് വലിയ സാധനങ്ങളാണ്. ഗസ് ദ പ്രൈസ്. 150 റുപ്യക്ക് 2 കിട്ടിട്ടാ. വെറും ഷോ മാത്രം. 150 റുപ്യക്ക് 2 ഗ്ലാസ്സാണ് കിട്ടിയത് നമുക്ക്. വെയിലത്ത് ഇട്ടിട്ടുണ്ട്, സൂര്യൻ തിളങ്ങി. നല്ല കോമഡി എന്താണ് ഇത്? ഇതാണ് ഇന്നലെ വാങ്ങിയത്. 100 റുപ്യന്റെ നമ്മള് 200 റുപ്യ നമ്മള് 150 ചൂട്ടി. ഇത് ആശാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടേ, എടാ ഇതിന് കൂളിംഗ് പോരല്ലോ. ഞാൻ പറഞ്ഞാടാ എനിക്ക് ഞാൻ 100 റുപ്യന്റെ ക്ലാസ്സിൽ കൂളിംഗ് കൂടി തരാം. അല്ല പിന്നെ എടാ സൂര്യൻ ഇതിങ്ങനെ ഇട്ടിട്ടേ സൂര്യൻ തിളങ്ങി ഇങ്ങനെ കണ്ണുക്ക് ഇങ്ങനെ അടിച്ച എത്ര കൂളിംഗ് ഒക്കെ ഇതിനുണ്ടാവുള്ളൂ. സാധനങ്ങൾ മൊത്തം നമ്മള് നാട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. നമ്മൾ സഞ്ചി കൂടി വാങ്ങിക്കണേ. നമ്മളെ നാട്ടിൽ ഇറക്കും കിട്ടാ 1.5 സാധനം. കൈകാലില്ലാത്തവനാണ്. അത് പിടിച്ചാൻ പറഞ്ഞപ്പോഴേ അച്ഛൻ പോയതാണ്. ഞങ്ങൾ KFC കേട്ടോ.
വാ, വാ, നമുക്ക് പോവാം KFC. ഇങ്ങനെ പിടിച്ചോടാ അയച്ചു ഒരുമിച്ച് രണ്ടുപേരും ഇതിനാ ജൗദേ ശരി ശരി പിടിച്ചാൽ കാലിയ ഞാൻ പിടിച്ചേരാ അല്ലേ കഴിച്ചിട്ട് പെട്ടെന്ന് വരും. എടാ എന്റെ അമ്മന്റെ ബാഗിലേക്ക് അപ്പോ സരൂരിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയുള്ള 2 യുവാക്കളെ കഷ്ടപ്പാടുകളാട്ടത്. ബ്രെഡ് ന്യൂട്ടലിയും വാങ്ങിക്കൊണ്ട് ആ പൈസ ലാഭിച്ചിട്ട് അതിലും പിക്ചർ 200 രൂപ സൈസ് നോക്കില്ല 100 തണുപ്പോട്ട് എടുത്തിട്ട് ഇങ്ങനത്തെ 2 അനുഭവം കഴിക്കും. എത്ര പേ 100 only $100. സൗദ ഈ കുട്ടിക്ക് വാങ്ങിക്കോട്ടെ താത്താന്റെ കുട്ടിക്ക് കേട്ടോ. അപ്പൊ എന്തോ ഉണ്ട് താത്താന്റെ കുട്ടിക്ക് താത്താന്റെ കുട്ടിക്ക് എന്തൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് താത്താക്കോ താത്താന്റെ കുട്ടിക്കോ അതോ വേറെ ഏതെങ്കിലും കുട്ടിക്കോ പറയും. ഒക്കെ അടിയിൽ പൂട്ടിച്ചിക്ക. ഏതാ ഇപ്പൊ സരോജിനി തൊട്ടേ ബാഗ് തുറക്കാൻ അയക്കണില്ല. ഒക്കെ ആ ഉള്ളിലാണ് ഇറങ്ങാണ്ട് സാധനം ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാ. മച്ച മഞ്ഞ റോസ് കവർ പൊടിച്ചു കവറിലെ ഡോസ് കിട്ടി സാധനം മനസ്സിലായിരുന്നു. താത്താൻ്റെ ഒട്ടിക്കില്ല കവറിൽ നോക്കില്ലേ കവറിലോട്ട് റേറ്റ് തരങ്ങണ്ട് 20 താത്താൻ്റെ കുട്ടിയുടെ കുട്ടി അതിന്റെ അടിയിലിട്ട് ഇത് താത്താന്റെ കുട്ടിക്ക് കുട്ടിക്ക് വാരിട്ട് സൈസ് നോക്കിയില്ല താത്താന്റെ കുട്ടിക്കല്ല ലൂസാവും നമുക്ക് മനസ്സിലായി. താത്താക്ക് പാവാടാ ഇങ്ങനെ വീഡിയോ കോൾ വെച്ച് കാട്ടും താത്താക്കില്ല താത്ത പാവാട താത്താന്റെ കുട്ടിയൊക്കെ മേടിച്ചു. കുട്ടിൻ്റെതാ വാപ്പാക്ക് ഒരു 100-150 ഷർട്ടും ഇതായിരിക്കും. ഇതൊക്കെ ആയിരിക്കാം. ഇത് കാണാറുണ്ട് ഡിസംബർ സാധനം പക്ഷേ ഇതൊക്കെ ഇത് 150 റുപ്യ നല്ല ഷേടാ ഇതെന്ത് വേണ്ട പാന്റിന്റെ അനിയന് ബോക്സിംഗ് നോക്കട്ടെ എല്ലാരും വൻ പർച്ചേസ് ആണോ നമുക്കുള്ളത്. കൊണ്ടുപോയി വലിയൊരു ബിഗ് പർച്ചേസ് വരാണ്ട് ഗ്ലോറി നാട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യാൻ പോണുള്ളൂ. എല്ലാരും വെയിറ്റ് ചെയ്യാ.
ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ അൺബോക്സ് ചെയ്യുന്ന വ്ളോഗ് വരുന്നതാണ്. താത്താന്റെ കുട്ടിക്ക് അതിന്റെ ഒന്നാട് തരും ഞാൻ എവിടെ നടന്നേ 200 രൂപ തരാം. ഇത് ഫസ്റ്റ് വാങ്ങി കണ്ടിട്ടുണ്ട്. നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. അവന്റെടാ വളഞ്ഞിരിക്കുന്നത് ആടാ അങ്ങനെ ഞാൻ ആദ്യമായിട്ടല്ല സാർ എനിക്ക് ഓക്കെ ആട്ടെ. ഒന്ന് കൈ ഇങ്ങനെ ആക്കി ഇങ്ങോട്ടൊക്കെ അപ്പുറത്തേക്ക് കഴിയും. എങ്ങനെ വിശാലത ഓക്കെ എടാ മുത്തി ഇത് കളിക്കുന്ന സാധനാ. നീ വാങ്ങരുത്. അടുത്ത പരിപാടിക്ക് ആ ഉള്ളില് വൈറ്റ് ടീഷർട്ട് ഇട്ട് സെറ്റ് ചെയ്തു അല്ലേ? സെമാമേതി വൈറ്റ് പാന്റും കസറും വച്ചു. ബാഗ് പാക്ക് ചെയ്യണ സീൻ ഇട്ടത് എന്നാ അതിന്റെ ഉള്ളിൽ കേറി കളഞ്ഞു. ബാഗിന്റെ ഉള്ളിൽ കേറിക്കളാ. അപ്പൊ നമ്മള് ചെക്കന്മാരെന്തായാലും നാട്ടിലേക്ക് പോവാണ്. അപ്പൊ ഓർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ജമാ മസ്ജിദ് നല്ല സ്വീറ്റ് കിട്ടണ കട. നമ്മൾ സ്ഥിരം സ്വീറ്റ്സ് വാങ്ങുന്ന കടയാണ്. അപ്പൊ നമ്മൾ ചെക്കന്മാർക്ക് നമ്മളെ വക പെരയിൽ കൊടുക്കാൻ കേട്ടോ. എല്ലാരും വീട്ടിൽ കൊടുക്കുക. എൻജോയ്. വീട്ടിലെത്താണ്ടോ ട്രെയിൻ തന്നെ പൊട്ടിച്ച് തിന്നരുത്. ഇനി ഒന്ന് റിനാനി ഒന്ന് പറസാനി ഇന്ന് നമ്മളെ കൊണ്ടുപോകും. ഞാൻ കണ്ണിലുണ്ണിയാണ്. ഇല്ലെങ്കിൽ ഇവിടെ കറണ്ടില്ല. അതേപോലെ ഒന്ന് നമ്മള് ഇപ്രാവശ്യം നമ്മളെ കൂടെ വീഡിയോ എടുക്കാൻ വന്നത് സമാനാണ്. പുതിയ ആളാണ്. ഇതാണ് സമാൻ, ടീച്ചർ സമാൻ. ഹായ് പറയും. ഹായ്. ഓരാണ് ഇപ്രാവശ്യം നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ട്. ബോസിനെ തലേന്ന് വിളിച്ചിട്ടാണ് നമ്മൾ വീഡിയോ വിളിക്കണത്. അപ്പൊ തന്നെ ബോസ് ഓക്കെ വരാന്ന് പറഞ്ഞ്. നിങ്ങളിപ്പോ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവാം. ഒന്നാമത്തെ ബലൂൺ തരാം അതൊക്കെ ബോസ് ഷൂട്ട് ചെയ്താണ്ടാവും. അതെ നല്ല അടിപൊളിയാണ്. ഇപ്പൊ തന്നെ എത്ര വീഡിയോസ് വരാനുണ്ട്. ട്രിപ്പിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ മുണ്ടാവുന്നില്ല. ഷെഡ്ഡി കേസ് പറഞ്ഞു. ബ്ലാക്കാണ് ഷെഡ്ഡി. ആകെ 50 റുപ്യേന്റെ ഷെഡ്ഡിയാണ്. അതിനാണ് അടി ഒന്ന് സമ്മാനം കൊടുത്തിട്ടോ വീട്ടിൽ കൊണ്ടുപോയോ. അപ്പോ 3 ഫർസാനും അഫീർ ഞാനും പിന്നെ വേറെ ചെങ്ങായും കൂടി ഉണ്ട്. ഒരു പടം കാണാൻ പോയിക്കാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ നാട്ടിൽ കോഴിക്കോടാണ് പടം. അത്രയും ദൂരം പോകാൻ ചെയ്യാറുണ്ട്. ഇവിടുന്ന് ഊബർ എടുത്ത് പോയിക്കണം. ആ പൈസ മതി. സിനിപോളിസിൽ 110 റുപ്യുള്ളൂ 90 റുപ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കണ്. എന്തായിക്കണാവോ വീട്ടിൽ വന്നു. ന്യൂട്ടലും രണ്ടും അത് ശരി. മണാലിയിൽ പോയി വന്നിട്ട് എല്ലാരും മന്തിയില്ല മൂടില്ല. ഫുൾ റൂമത്തെ സകലഗുലാബി ആൾക്കാർ 10-30 ആൾക്കാർ മന്തി തിന്നാൻ റൂമീസൊക്കെ പോയിക്കണേ. ഇവര് രണ്ടാളും ഞങ്ങളില്ല. ഞങ്ങള് ഇവിടുന്ന് ബ്രെഡ് ഇട്ടില്ലേ? ബ്രെഡ് ന്യൂട്ടല ഇവിടെ ഉണ്ട്. എന്നിട്ട് ബ്രെഡ് ന്യൂട്ടലും വാങ്ങിയേക്ക. കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാൻ. താത്താൻ്റെ കുട്ടിക്ക് കേട്ടോ. കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാൻ ബ്രെഡ് ന്യൂട്ടലിൽ നിന്നിട്ട് ബാക്കി പൈസക്ക് ഫുള്ള് ഇങ്ങനത്തെ ഷർട്ടും പാന്റൊക്കെ വാങ്ങിയേക്കാം. ഏതാ പിന്നെ ഫുള്ള് കുട്ടിക്കല്ലടാ വാങ്ങിയ. കുട്ടിക്ക് ചെക്കനെ 500 റുപ്യ ബാഗ് വാങ്ങി. എന്നിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ സമ്മാനം പോയപ്പോ 350 പറഞ്ഞു. ഞാൻ നേരെ വന്നപ്പോഴോട് പറഞ്ഞു ഇവരുടെ ബാഗ് ഇങ്ങനെ കാട്ടി തരുന്നു. അവിടെ 500. പിന്നെ ഫുൾ മൂഡ് ഓഫ്. പിന്നെ ബാഗിന്റെ സിബും പൊട്ടി. ആകെ മൂട് പോയി. ഇതാണ് ബാഗ് ഇട്ടോ. സിബും പൊട്ടി 500 റുപ്യ വാങ്ങിട്ട് ആകെ റിഗ്രറ്റ്. ഞങ്ങൾ പണ്ട് 3 ചാണകത്തിൽ ചോട്ടി മരി ബാഗ് ഇട്ടിട്ടേ ഇങ്ങനെയൊക്കെ ഉണ്ട്. ആകെ സാറിൽ കിട്ടാ
ഒക്കെ ഉണ്ടാവും. ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ വാങ്ങല് ചെക്കന്മാർക്ക് പോകുമ്പോൾ തന്നെ KFC നമ്മള് ഇവലെ ഫുൾ തിന്നു വിചാരിച്ചിട്ട് ഉച്ചക്ക് ബ്രെഡ് തിന്നല്ലേ, മറ്റേ 19 പീസറ്റ പറഞ്ഞേ. എന്നിട്ട് ഒരു കൊട്ട ഫുള്ളാണ് ബാക്കി, കുറച്ചേ തന്നിട്ടുള്ളൂ എല്ലാരും. KFC സെറ്റല്ലേ? ഇൻഷാല്ലാ നാളെ സ്ലീപ്പറിൽ നമ്മൾ നാട്ടിലേക്ക് അടിപൊളി ചൂട്. നല്ല ചൂടില് മൂടാവും. 2 ദിവസം പഞ്ചടക്കി അറിഞ്ഞിട്ടില്ലല്ലോ. ഉച്ചല്ല 3 ഉറങ്ങി തഴഞ്ഞു വരുന്നേരെ പഞ്ചടക്കി ഒക്കെ പറ്റിയണോ? അലബാക്കർ ഹായ് പറയുമ്പോ റിച്ചസ്റ്റ് ആളല്ലേ പഴയ യൂട്യൂബർ വാങ്ങിയ ജാക്കറ്റ് പോക്കറ്റൊക്കെ ഇപ്പൊ തന്നെ കീറി. ഇതെന്താ പാന്റോ ബോസേ? പുറത്തത്തെ ലുക്ക് നോക്കി എടുത്താണ്, ഉള്ളിൽ എന്താണെന്ന് നോക്കിയില്ലായിരുന്നു. പാന്റ് പുറത്തൊക്കെ വൻ ടോപ്പ് സാധനം, ഉള്ളിലെന്തൊക്കെ പെണ്ണി കൊട്ടി വെച്ചിട്ട് ബ്രാൻഡോ. പിന്നെ പറഞ്ഞ കാര്യമില്ല. ഇവിടെ ആ പൈസ നമുക്ക് നൈക്ക് ഒറിജിനലിന്റെ ക്വാളിറ്റിയിലും തരാൻ പറ്റില്ല. 200 ഞാനും 150 ഒരു 3-4 ഷോർട്സും ട്രാക്ക് സൂട്ടൊക്കെ വാങ്ങിക്കണേ. പക്ഷെ അതൊന്നും അല്ല, അൺബോക്സിംഗ് വരാൻ പോകുന്നുള്ളൂ. വെയിറ്റ് ആൻഡ് വാച്ച്. ഇൻഷാല്ലാ ബാക്കി വ്ളോഗ് നമ്മൾ പെരക്കാർക്ക് ഫുൾ. അപ്പൊ ഗൈസ് ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. നമ്മുടെ നാട്ടിൽ മറ്റേ കമൽഹാസൻ ഇതാ ഇപ്പൊ ഏഷ്യത് വരുന്നേ വരില്ല, അതേമാതിരിയാണ് വരല്ല. 2 വലിയ സഞ്ചിയും ബാഗും എന്തൊക്കെയൊക്കെ സാധനങ്ങളുണ്ട്. എങ്ങനെ ഇതൊക്കെ ഇവിടെ കൊണ്ടുപോകുന്ന പഠിച്ചതിനറിയാം ഇൻഷാല്ലാ. പക്ഷെ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എന്തായാലും നമ്മൾ നാട്ടിലെത്തിക്കുന്നതാണ്. ബാക്കി വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും വിശേഷങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുകൂടി വ്ളോഗിൽ ആഡ് ചെയ്യാം. ബൈ ബൈ പറയും. ബൈ ബൈ. ഹലോ ഗൈസ്, ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. നമ്മൾ 8:30 നാട്ടിലെത്തുന്നതാണ്. അപ്പൊ നമ്മൾ ട്രെയിൻ കയറി ഷൊർണൂരിന്. എങ്ങനെ ഉണ്ടായിരുന്നു ചെന്നൈന്ന് ട്രെയിൻ കയറി എക്സ്പീരിയൻസ് പറയും? എന്താ സുഖ? കാരണം എന്താ? AC ആയോണ്ടാ? ക്ലീൻ. റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയായി. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ എത്ര രൂപയ്ക്ക് കുളിച്ച്? 35 റുപ്യക്ക് കുളിച്ചല്, 20 റുപ്യന്റെ ചണ്ടി, 10 റുപ്യന്റെ മെഡിമിക്സ്, 50 റുപ്യ അങ്ങനെ പോയിട്ടോ. എന്നാലും കുളിച്ചല്ലോ. കുളിച്ചോ? കുളിയാണ് നമ്മളെ അൾട്ടിമേറ്റ്. പുളി അൾട്ടിമേറ്റ് ആണ്. പിന്നെ എന്റെ എന്താ ഫുഡ് ഇങ്ങനെ ചെറുങ്ങനെ കഴിച്ച് വന്നപ്പോ ആരോ തുമ്പോ കടിച്ചു കൊടുത്തു. നാടും പച്ചപ്പൊക്കെ കണ്ടപ്പോ നാട് പച്ചപ്പ്, ആ ഒരു മഴത്തുള്ളൽ, അങ്ങനെ ഒരു ചെറിയ പാട്ടിൽ മഴ ഉണ്ട്. മാത്രമാണ് അവിടുന്ന് പഠിച്ചത്. മേരെ പാസ് ബംഗാളികളൊക്കെ കോൺഫിഡന്റ് ആയി സംസാരിക്കാൻ പറ്റില്ല. പഠിച്ചു കൊറേ ചോദിച്ചില്ലേ, ഊബറില് സംസാരിച്ചിട്ടും കൊറേ ടീക്കായി. കിതർ സാറേ കൊടുത്തോ ചോദിക്ക, അടുത്ത് ചോദിക്ക്. പഠിച്ചോ കാര്യത്തിലോ? അതെല്ലാം പറഞ്ഞേ. സരോജിനി അറിയിച്ചോക്ക. സരോജിനി നായിഡു പറയും. സരോജിനി മാർക്കറ്റ് ഗാവ് കിതർ ചോദിച്ചു. അതല്ല, ആപ്കാ ഗാവ് കിതർ ചോദിക്ക്. आपका गाँव किधर? बिहार. इधर काम कर रहे जो വെസ്റ്റ് സ്ഥലമാണല്ലോ. ചിറാപ്പഞ്ചി വെസ്റ്റ് സ്ഥലമാണ്. നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ അൺബോക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങൾ നമ്മൾ നാട്ടിലെത്തിക്കാം. ക്ലീനിങ്ങിന് ഇറങ്ങണില്ല അടുത്തിട്ട്. ബല് നേരെ റെയിൽവേക്ക് ഇറങ്ങി ചെല്ലിനോടത്ത് NSSന്റെ ക്ലീനിങ് ഉണ്ട് കേട്ടോ. രണ്ടാളെ നമ്മളെ ക്ലീനിങ്ങിന് പറഞ്ഞേക്കുന്നത്. ബൈ ബൈ.
സുധീൻ ഇപ്പൊ നമ്മള് ചെക്കന്മാർ ഇവിടെ ഇറങ്ങാൻ 2 ചെക്കന്മാർ ഇവിടെ ഇറങ്ങുകയാണ് നിഹാലും ഇതിനും ഈ റെയിൽവേ സ്റ്റേഷനാണ് എളുപ്പം. അതിനിടെ വെറുതെ ഷോട്ടെന്ന് പറയാൻ ശരി എന്താ ആയിക്കോട്ടെ. ഓ ഒരു ബട്ടർ മട്ടൻ വേണോ ചോദിക്കാ? എലമ്പൂരെത്തിയിട്ട് പോയില്ലേ റിനാനൊക്കെ സ്വഭാവം മാറി. ബാഗൊക്കെ ആരെങ്കിലും പിടിച്ചോളി ഞാൻ പോവാണെന്നൊക്കെ റിനാൻ ഇത്രയും നേരം ബാഗൊക്കെ പിടിച്ചു കണ്ടേ ഈച്ചനൊന്ന് സഹായിക്കടാന്ന്. ബാഗ് പിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരില്ലായിരുന്നു. ഇത് പറഞ്ഞേ ഈച്ചുനൊക്കെ സഹായിക്കും ഞാൻ പോട്ടേർന്നു. അർജന്റ് വേറെ എവിടെയോ ഒന്ന് ഇറങ്ങണേ. നാട്ടിലെത്തിയപ്പോ എല്ലാരും സ്വഭാവം മാറിട്ടാ. ആ മറ്റേ ഹിന്ദി അറിയില്ല എന്നുള്ള ഇതിലെങ്കിലും നമ്മളപ്പം നിന്നീനു. അതൊക്കെ കണ്ടോ തിരക്കൂട്ടാ ഫുൾ തിരക്കൂട്ടാ. നടക്ക് പിടിച്ചോ ഇതൊന്ന് കയറ്റിട്ട് ഓ വേണ്ട എന്റെ കയ്യിലുള്ള പിടിച്ചാ മതി. ആ തന്റെ കുട്ടിക്ക് കൊടുക്കണല്ലോ. ഓക്കെ നമ്മള് ബീഹാറിലുള്ള ബായ് ബൈ ബൈ. ബാക്കി വിശേഷങ്ങൾ നല്ല മായ കേട്ടോ. നാട്ടിലെത്തിയപ്പോ എന്തൊരു സമാധാനമാണ്. നല്ല ശാന്തമായ അന്തരീക്ഷം. പിന്നെ ഇപ്പച്ചിയാണ് കൂട്ടാൻ വരുന്നതെന്നാണ് പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അസ്സലാമലൈക്കും. ഇതെന്താ വ്ളോഗോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നാണിക്കുട്ടീസ് യൂട്യൂബ് ചാനൽ. നാണിക്കുട്ടിയാണ് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്.